നമസ്കാരം. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ LDC ഫൈനൽ ലാപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കെമിസ്ട്രി എന്ന ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് പഠിക്കാൻ പോകുന്നത്. PSC ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാ സിലബസ് എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും റിവിഷൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗമാണ് പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ റിവിഷൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഒരു 4 മാർക്കെങ്കിലും ഈ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. PSC പള്ളിക്കൂടം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? ഇലക്ട്രോൺ ആണ് ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇത് മൂന്നുമാണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര്. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര് ഏതാണ്? ഹേമറ്റൈറ്റ് അല്ലേ? ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര്. അപ്പോൾ ബോക്സൈറ്റ് ഏതിൻ്റെയാണ്? അലുമിനിയത്തിൻ്റെ അല്ലേ? അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. സിങ്കിൻ്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡ്. ഇരുമ്പിൻ്റെ 3 അയിരുകളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, സിഡറൈറ്റ്, പിന്നെയോ അയൺ പൈറൈറ്റിസ്. ഇരുമ്പിൻ്റെ അയിരുകൾ പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ഹേമ CD അയൺ ചെയ്തു. ഹേമറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റിസ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം, അതായത് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണമാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? 18 ആണ് അല്ലേ? 18 ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. അപ്പോൾ പീരിയഡുകളുടെ എണ്ണം എത്രയാണ്? പീരിയഡുകളുടെ എണ്ണം ചോദിച്ചാൽ 7 ആണ്. ഏതാണ്? 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളുമാണുള്ളത്. പഠിച്ചു വെക്കണം. PSC ഇപ്പോഴും ഇത് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം എല്ലാവർക്കും അറിയാമല്ലേ? ഏതാണ്? ഓക്സിജനാണ്. ഓക്സിജനാണ് ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം. അപ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഓക്സിജനാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്നറിയാമോ? അന്തരീക്ഷത്തിൽ നൈട്രജനാണ് അല്ലേ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകമാണ് ഓക്സിജൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഏതാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം? സിലിക്കയാണ് അല്ലേ? സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷനിൽ നിന്നും ഐസോടോപ്പുകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തണം അല്ലേ? എന്താണ് ഐസോടോപ്പ്? അതായത് അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും, എന്നാൽ മുകളിലെ മാസ് നമ്പർ വ്യത്യാസമായിരിക്കും അല്ലേ? അങ്ങനെയുള്ളതാണ് ഐസോടോപ്പ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ D ആണ് ആൻസർ വരിക. നോക്കിയേ, X612 Z614 എന്നതാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ ഐസോടോപ്പുകൾ കണ്ടെത്താം? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് താഴെ എഴുതുന്ന നമ്പറാണ് അല്ലേ? 6 അത് രണ്ടും സെയിം ആണ്. അപ്പോൾ മുകളിലെ നമ്പർ അതാണ് വ്യത്യാസം വരിക. അപ്പോൾ മുകളിലെ നമ്പർ വ്യത്യാസം വരുന്നത് ഐസോടോപ്പ് അല്ലേ? ടോപ്പിലെ നമ്പർ ആയിരിക്കും വ്യത്യാസം എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ടോപ്പിലെ നമ്പർ വ്യത്യാസം വരുന്നതായിരിക്കും ഐസോടോപ്പ് എന്ന് ഒന്ന് കോഡ് വെച്ച് പഠിക്കാം. അപ്പോൾ ഐസോ ബാർ എങ്ങനെ കണ്ടുപിടിക്കാം? ഐസോ ബാറിലാകുമ്പം താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ആയിരിക്കും വ്യത്യാസം. മുകളിലെ നമ്പർ രണ്ടും സെയിമും അതുപോലെ തന്നെ താഴെ കൊടുത്ത നമ്പർ രണ്ടും വ്യത്യാസവുമായിരിക്കും. അതാണ് ഐസോ ബാർ. അപ്പോൾ ഇനി ഐസോടോപ്പും ഐസോ ബാറും മാറിപ്പോയില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 3 ഗ്ലൂക്കോസ് തന്മാത്ര അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? C6H12O6. ഈ തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ വരിക? 72 എന്നതാണ് ആൻസർ. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ 72 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും.
അതെങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുക? ഗ്ലൂക്കോസ് തന്മാത്രകളിൽ C6H12O6 ആണ്. 3 ഗ്ലൂക്കോസ് തന്മാത്രകളാണ് അല്ലേ? അപ്പോൾ ഈ C6H12O6 ആ 3 തന്മാത്രകളുടെ എണ്ണം തമ്മിൽ കൂട്ടുക. അപ്പോൾ 6ഉം 6ഉം 12ഉം 12ഉം 24 എന്ന് കിട്ടും. അപ്പോൾ 3 ഗ്ലൂക്കോസ് തന്മാത്രകളാകുമ്പോൾ 3 × 24 എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 72 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നതാണ് യോജിക്കാത്ത പ്രസ്താവന അല്ലേ? ബയോഗ്യാസിലെ മുഖ്യ ഘടകമാണ് മീഥെയ്ൻ. അതുപോലെ തന്നെ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം മീഥെയ്നാണ്. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകവും മീഥെയ്നാണ്. ഏതാണ് യോജിക്കാത്തത്? പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നതാണ് യോജിക്കാത്ത പ്രസ്താവന. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? എന്താണ്? ഹേബർ പ്രക്രിയ അല്ലേ? വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിയാണ് ഹേബർ പ്രക്രിയ. ഇനി ഓപ്ഷൻസ് നോക്കിയേ. സമ്പർക്ക പ്രക്രിയ അല്ലേ? കോണ്ടാക്ട് പ്രോസസ്സ് എന്താണ്? സ്വർണം പോലെയുള്ള ലോഹങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. ഹാൾ ഹെറൗട്ട് പ്രക്രിയ എന്താണ്? അലൂമിനിയം നിർമ്മിക്കുന്ന പ്രോസസ്സ് അല്ലേ? അലൂമിനിയം നിർമ്മിക്കുന്ന രീതിയാണ് ഹാൾ ഹെറൗട്ട് പ്രക്രിയ. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിയാണ് ഹേബർ പ്രക്രിയ. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഏതാണ്? വ്യാപ്തവും മർദ്ദവുമായി ബന്ധപ്പെട്ട വാതക നിയമം അറിയാമല്ലോ. ബോയിൽ നിയമമാണ് അല്ലേ? ബോയിൽ നിയമമാണ് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം പറയുന്ന നിയമം. എന്താണ് ബോയിൽ നിയമം? അതായത് ഒരു വസ്തുവിൻ്റെ മർദ്ദം കൂടുമ്പോൾ അല്ലേ? കൂടിയ മർദ്ദത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. അപ്പോൾ കുളത്തിൻ്റെ അടിത്തട്ടിൽ എന്തായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കുമിളയുടെ വലിപ്പം കുറവായിരിക്കും. എന്നാൽ മുകളിലേക്ക് വരുന്തോറും മർദ്ദം കുറയുകയും കുമിളയുടെ വലിപ്പം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിൽ വരുന്ന ഒരു നിയമമാണ് ബോയിൽ നിയമം. അടുത്ത ചോദ്യം, ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഏതാണ് ആൻസർ വരിക? ചാൾസ് നിയമമാണ് അല്ലേ? ചാൾസ് നിയമമാണ് ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നതിനോടനുബന്ധിച്ച നിയമം. അപ്പോൾ എന്താണ് ചാൾസ് നിയമം? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത പിണ്ഡമുള്ള ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും ഊഷ്മവും നേർ അനുപാതത്തിലായിരിക്കും. എന്താണ്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത പിണ്ഡമുള്ള ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഊഷ്മാവ് കൂടുമ്പോൾ എന്ത് സംഭവിച്ചു? വ്യാപ്തം കൂടി അല്ലേ? അതുകൊണ്ടാണ് ബലൂണ് വികസിക്കുകയും പൊട്ടുകയും ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷാണ്. വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? പച്ചിരുമ്പാണ് അല്ലേ? പച്ചിരുമ്പ് എന്നതാണ് ആൻസർ. വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. ഇത് നമ്മുടെ SSCRT ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകളുള്ളവ ഏതെല്ലാം? ഒരേ എണ്ണം തന്മാത്രകളുള്ളത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് അല്ലേ? 36 ഗ്രാം ജലത്തിലും 34 ഗ്രാം അമോണിയയിലുമാണ് ഒരേ എണ്ണം തന്മാത്രകളുള്ളത്. അതൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ജലത്തിൻ്റെ കാഠിന്യം അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ UPSC എക്സാമിൽ നമുക്ക് ചോദിച്ചു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? കാൽസ്യം ക്ലോറൈഡാണ്. ഏതാണ്? കാൽസ്യം ക്ലോറൈഡാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളാണ് ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. അപ്പോൾ സ്ഥിര കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും. അടുത്ത ചോദ്യം, വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത്? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, പഠിച്ചു വെക്കുക.
സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി എന്തു പറയുന്നു? ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി എന്താണ് പറയുക? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് പറയുക അല്ലേ? പ്രാതിനിധ്യ മൂലകങ്ങൾ. അപ്പോൾ ആവർത്തന പട്ടികയിൽ 1 മുതൽ 3 വരെയുള്ള മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് വരിക? എസ് ബ്ലോക്കിലാണ് വരിക അല്ലേ? 3 മുതൽ 12 വരെയുള്ളത് ഡി ബ്ലോക്കിലും 13 മുതൽ 18 വരെയുള്ളത് പി ബ്ലോക്കിലാണ് വരിക. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏത്? കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. ഏതാണ്? റയോൺ. അടുത്ത ചോദ്യം, ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? കാൽസ്യത്തിൻ്റെ ധാതുവാണ് അല്ലേ? കാൽസ്യത്തിൻ്റെ ധാതുവാണ് ജിപ്സം അല്ലേ? ജിപ്സം. അടുത്ത ചോദ്യം, ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം? ഐസോടോപ്പുകൾ ഉണ്ടാകാൻ എന്താണ് കാരണം? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഐസോടോപ്പുകൾ ടോപ്പിൽ വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ മാസ് നമ്പറിൽ വ്യത്യാസം വരുന്നതാണ് എന്ത്? ഐസോടോപ്പുകൾ. അപ്പോൾ ഐസോടോപ്പുകൾ ഉണ്ടാവാൻ എന്താണ് കാരണം? ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണമാണ് എന്ത്? മാസ് നമ്പർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു താഴെ ഭാഗത്ത് എഴുതുന്ന നമ്പറാണ് ഏത്? പ്രോട്ടോണിൻ്റെ എണ്ണം. അതാണ് അറ്റോമിക നമ്പർ. പ്രോട്ടോണിൻ്റെ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ എന്താണ് പറയുക? അറ്റോമിക നമ്പർ എന്നാണ് പറയുക. അപ്പോൾ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്ന അക്കം തന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണിൻ്റെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ മൈനസ് ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം? ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? ഹൈഡ്രജൻ ആണ് ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം. അടുത്ത ചോദ്യം, അലുമിനിയത്തിൻ്റെ അയിര് ഏത്? അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ? ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര്. അപ്പോൾ ഹേമറ്റൈറ്റ് ഏതാണ്? അയണിൻ്റെതാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അടുത്ത ചോദ്യം, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഏതാണ്? പോസിറ്റീവ് പ്രോട്ടോൺ എന്ന് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നത് വ്യക്തമായി പഠിച്ചു വെക്കണം. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിനുമാണ്. അപ്പോൾ പ്രോട്ടോൺ പോസിറ്റീവ്, ന്യൂട്രോണിന് നോ ചാർജ് എന്ന് പഠിച്ചാൽ മതി. ന്യൂട്രോണിന് നോ ചാർജ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്സിജൻ ആണ് അല്ലേ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ് അല്ലേ? ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത്? സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. വനേഡിയം പെൻറ്റോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മില്ലിഗൻ ആണ് അല്ലേ? മില്ലിഗൻ ആണ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടോണിൻ്റെ മാസ് എത്ര? പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിൻ്റെ മാസ്. എത്രയാണ്? 1.67 × 10⁻⁻27 കിലോഗ്രാം. ഇതൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 9.109 × 10⁻⁻31 കിലോഗ്രാം. എത്രയാണ്? 9.109 × 10⁻⁻31 കിലോഗ്രാം ആണ് ഇലക്ട്രോണിൻ്റെ മാസ്. ന്യൂട്രോണിൻ്റെ മാസ് 1.6749 × 10⁻⁻27 കിലോഗ്രാം. 1.6749 × 10⁻⁻27 കിലോഗ്രാം ആണ് ന്യൂട്രോണിൻ്റെ മാസ്. ഇത് മൂന്നും പഠിച്ചു വെക്കണം.
അടുത്ത ചോദ്യം, മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ ഒരു വേർതിരിക്കൽ പ്രക്രിയ പഠിച്ചു അല്ലേ? മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കലിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഏത്? മോൺസ് പ്രക്രിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ്? ഹാലോജൻ കുടുംബത്തിലാണ് അല്ലേ? ഹാലോജൻ കുടുംബത്തിലാണ് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ആരാണ്? ആൽക്കലി ലോഹങ്ങളാണ് അല്ലേ? ഒന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങളാണ്. ഒന്നാം ഗ്രൂപ്പിൽ ആൽക്കലി ലോഹങ്ങളാണ് അല്ലേ? അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഏതാണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് ഉൾപ്പെടുന്നത്. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളാണ്. നമ്മൾ പഠിച്ചു 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളാണ്. അപ്പോൾ ഇന്നലെ UPSC എക്സാമിന് ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ? സംക്രമണ മൂലകങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളാണ് അറിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷനിൽ നിന്നും അലുമിനിയം സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റും. കാരണം അലുമിനിയം ഏത് ഗ്രൂപ്പിലാണ്? 13ാമത്തെ ഗ്രൂപ്പിലാണ്. അതുപോലെ തന്നെ ബോറോൺ അലുമിനിയം കുടുംബത്തിലാണ് അലുമിനിയം ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ആൻസർ ക്ലിയറായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 13ാമത്തെ ഗ്രൂപ്പിൽ ആരാണ്? ബോറോൺ അല്ലെങ്കിൽ അലുമിനിയം കുടുംബം. 14ാമത്തെ ഗ്രൂപ്പിൽ കാർബൺ കുടുംബമാണ്. 14ാമത്തെ ഗ്രൂപ്പിൽ ആരാണ്? കാർബൺ കുടുംബമാണ് അല്ലേ? 15ാമത്തെ ഗ്രൂപ്പിൽ നൈട്രജൻ കുടുംബമാണ്. 15ാമത്തെ ഗ്രൂപ്പിൽ നൈട്രജൻ കുടുംബം. അതുപോലെ തന്നെ 16ാമത്തെ ഗ്രൂപ്പിലാണ് ഓക്സിജൻ കുടുംബം. ഈ ഓക്സിജൻ കുടുംബത്തെ തന്നെയാണ് ചാൽക്കോജൻ കുടുംബം എന്ന് പറയുന്നത്. 17ാമത്തെ ഗ്രൂപ്പിലാണ് ഹാലോജൻ കുടുംബം അല്ലേ? അതാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനായി അറ്റൻഡ് ചെയ്തത്. 17ാമത്തെ ഗ്രൂപ്പിൽ ഹാലോജൻ കുടുംബം. 18ാമത്തെ ഗ്രൂപ്പിൽ അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ. ഏതാണ്? അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങളാണ് 18ാം ഗ്രൂപ്പിൽ. അപ്പോൾ ഈ ഗ്രൂപ്പുകളും അതിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളും പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? എത്ര ഡിഗ്രി സെൽഷ്യസിനെയാണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? -273 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? -273 ഡിഗ്രി സെൽഷ്യസിനെയാണ് 0 കെൽവിൻ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? നാഫ്തലിൻ ആണ് അല്ലേ? നാഫ്തലിൻ. ഇതിപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് നാഫ്തലിൻ. അടുത്ത ചോദ്യം, ഏത് വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത്? ഏത് വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണം? കാർബൺ ഡൈ ഓക്സൈഡും മീഥേനുമാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും മീഥേനുമാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം. അതായത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിരേത്? വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിരേതാണ്? അയൺ പൈറൈറ്റിസ് ആണ്. അയൺ പൈറൈറ്റിസ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അബ്സല്യൂട്ട് സീറോ എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്സല്യൂട്ട് സീറോ എന്ന പദം താഴെ കൊടുക്കുന്നവയിൽ ഏത് വിഭാഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? താപവുമായിട്ടാണ് അല്ലേ? താപവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് അബ്സല്യൂട്ട് സീറോ. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ മൊത്തം അല്ലേ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി. എന്താണ്? ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി. നമ്മൾ ലോഹങ്ങൾ ഉറച്ച പ്രതലത്തിൽ എവിടെയെങ്കിലും തട്ടുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും അല്ലേ? ഇരുമ്പൊക്കെ നമ്മൾ ജനൽ കമ്പിയിലൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ലോഹങ്ങളുടെ സൊണോറിറ്റി എന്ന് പറയുന്ന കഴിവാണെന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിൻ്റെ യൂണിറ്റ് ആണ്? യൂണിറ്റുകളും അളവുകളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിൻ്റെ യൂണിറ്റ് ആണ്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി അല്ലേ? ഏതാണ്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്ന് പഠിച്ചു വെക്കുക. റെസിസ്റ്റൻസ് ഏതിൻ്റെ യൂണിറ്റ് ആണ്?
റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം അല്ലേ. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റാണ് ഓം മീറ്റർ. ഏതാണ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റാണ് ഓം മീറ്റർ. കപ്പാസിറ്റൻസോ ഫാരഡ് അല്ലേ. കപ്പാസിറ്റൻസ് ഫാരഡ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം ഏത്? ഇത് പലതവണ ചോദിച്ച ചോദ്യമാണ്. എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകമാണ് ഓർഗാനോ ക്ലോറൈഡ് അല്ലേ. ഓർഗാനോ ക്ലോറൈഡ് ആണ് എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം. അടുത്ത ചോദ്യം, ചൊവ്വയിൽ ജീവൻ്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു ഇവയിൽ ഏതാണ്? വളരെ റെയറായ ഒരു ചോദ്യമാണ് അല്ലേ. ചൊവ്വയിൽ ജീവൻ്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു ഏതാണ്? പെർക്ലോറേറ്റ് ആണ്. ഏതാണ്? പെർക്ലോറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിറിയയിൽ ആഭ്യന്തര കലാപകാരികൾക്കു നേരെ ഒരു വിഷവാതകം പ്രയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഏതാണ് ആ വാതകം? ഏതാണ്? സരിനാണ് അല്ലേ. സരിൻ എന്ന വാതകമാണ് സിറിയയിൽ ഉപയോഗിച്ചത്. അപ്പോൾ സിറിയ സരിൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ചോദ്യം, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഏതു പാളിയിലാണ് ഓസോൺ പടലത്തിൻ്റെ 90% അടങ്ങിയിരിക്കുന്നത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിൻ്റെ 90% ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം ഏത്? ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം ഏതാണ്? യുറേനിയം 235 ആണ്. യുറേനിയം 235. അടുത്ത ചോദ്യം, 5 ഗ്രാം മോളിക്കുലാർ മാസ് ജലത്തിൻ്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും? 5 ഗ്രാം മോളിക്കുലാർ മാസ് ജലത്തിൻ്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും? എത്രയായിരിക്കും? 90 ഗ്രാം ആയിരിക്കും അല്ലേ. 90 ഗ്രാം. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മോളിക്കുലാർ മാസ്, അതായത് ജലത്തിൻ്റെ 1 ഗ്രാം ജലത്തിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 18 ആണ്. എത്രയാണ്? 18 ആണ്. അതൊന്ന് ബൈഹാർട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ 5 ഗ്രാം മോളിക്കുലാർ മാസ് എങ്ങനെ കാണാം? 5 × 18 ആണ് 90 ഗ്രാം എന്ന് കിട്ടിയത്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, STPയിൽ 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? STPയിൽ, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ് STP അല്ലേ. അപ്പോൾ STPയിൽ 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? 224 ലിറ്ററാണ്. നമുക്ക് എങ്ങനെ ഈ ആൻസറിലേക്ക് എത്താം? 1 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ആണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വാതകങ്ങളുടെയും മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്ററാണ്. അപ്പോൾ 10 മോൾ അമോണിയ വാതകം കാണാൻ 22.4 × 10 കണ്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 224 ലിറ്റർ ആയിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ഏതാണ്? റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പോളിത്തീനാണ് അല്ലേ. പോളിത്തീനാണ് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത, അതായത് പുനരുപയോഗിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ് എന്നുകൂടി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഏതൊക്കെയാണ് ഓപ്ഷനിലുള്ളത്? ബോയിൽ നിയമം, ജൂൾ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ജൂൾ നിയമമാണ് അല്ലേ. എങ്ങനെയാണ് ആൻസർ വന്നത്? ബാക്കിയെല്ലാം വാതക നിയമങ്ങളാണ് അല്ലേ. ബോയിൽ നിയമവും ചാൾസ് നിയമവും അവോഗാഡ്രോ നിയമവും വാതക നിയമങ്ങളാണ്. ജൂൾ നിയമവും ഏതുമായി ബന്ധപ്പെട്ടതാണ്? താപവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ കെമിസ്ട്രി എന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പഠിച്ചത്. നല്ല ഒരു റിവിഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഫൈനൽ റിവിഷനുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്